ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനം. പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അരികിൽ വരും, എൻ്റെ അരികിൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. മനോഹരമായൊരു വചനമാണ്. ഇന്ന് നമ്മൾ സ്വന്തമാക്കേണ്ട വചനമാണിത്. നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് യേശുവിനെ തേടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിതാവ് നമ്മളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വചനം തുറന്നു പറയുകയാണ്, എൻ്റെ അരികിൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തിൻ്റെ വചനമാണ് നമുക്ക് ആവശ്യം. യേശുവിൻ്റെ അരികിൽ പോകുന്നവർ ഒരിക്കലും അവിടെ നിന്ന് തള്ളിക്കളയില്ല. പിതാവായ ദൈവത്തോട് പുത്രൻ കേണപേക്ഷിച്ചപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണമേ എന്ന്. പക്ഷേ അപ്പൻ മാറ്റിക്കൊടുത്തില്ല. നമ്മൾ വിചാരിച്ച് എന്ത് ക്രൂരനായ അപ്പനാണ്, എന്ത് ചതിയനായ അപ്പനാണ്. പക്ഷേ അപ്പന് വലിയ പദ്ധതിയുണ്ട്. അങ്ങനെ മാറ്റിക്കൊടുത്താൽ ലോകത്തിൻ്റെ രക്ഷകനായി യേശുവിനെ മാറാൻ പറ്റില്ല. ലോകാവസാനത്തോളം എൻ്റെ മകൻ ലോകത്തിൻ്റെ രക്ഷകനാകണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അരികിൽ പോകുന്നവരെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയില്ല. നമ്മൾ വിചാരിക്കും, യേശു എന്നെ മറന്നോ, യേശുവിനെ ഒറ്റപ്പെടുത്തിയോ? ഇല്ല, അവിടത്തേക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയോട് ചേർന്ന് നിന്നാൽ നീയും ഒരു അനുഗ്രഹമായി മാറുകയാണ്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഈശോയെ, എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള കരുത്തേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമുക്ക് പഠിക്കാം, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.